അപ്പോൾ ഒരു മാസം മുമ്പായിരുന്നു നരിവേട്ട തിയേറ്ററിൽ റിലീസായത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ പടം OTTയിൽ ഇറങ്ങിയിട്ടുണ്ട്. തിയേറ്ററിൽ നിന്ന് ഒരുപാട് പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു പടത്തിന് വന്നിരുന്നത്. എങ്കിൽ പോലും ആ പടം ഡിസേർവ് ചെയ്തൊരു സക്സസ് ആ പടത്തിന് കിട്ടിയോ, അല്ലെങ്കിൽ നരിവേട്ട ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു പടമാണോ? അപ്പോൾ എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു മാസം മുമ്പായിരുന്നു നരിവേട്ട തിയേറ്ററിൽ റിലീസായത്. അത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ മെയ് മാസത്തിലായിരുന്നു നരിവേട്ട തിയേറ്ററിലേക്ക് റിലീസായത്. പലർക്കും അറിയാമായിരിക്കും ഈ ഒരു സിനിമയുടെ ബേസിക് പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റ് ആണെന്നുള്ളത്. അതായത് നമ്മുടെ 2003 നടന്ന മുത്തങ്ങ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമയുടെ കഥ നടക്കുന്നത്. ആ ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്താണ് സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നെങ്കിൽ പോലും ഒരിക്കലും സിനിമയിൽ അതേപോലെ റിയാലിറ്റി കാണിച്ചെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം ഒരുപാട് സിനിമാറ്റിക് എലമെന്റ്സ് അവർ സിനിമയ്ക്ക് വേണ്ടി ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പടം തിയേറ്ററിൽ ഇറങ്ങി ഒരുപാട് പോസിറ്റീവ് റെസ്പോൺസ് ഒക്കെ നേടിയെടുത്തെങ്കിൽ പോലും വലിയൊരു കളക്ഷനോ കാര്യങ്ങളോ ഒന്നും പടം നേടിയില്ല. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് പടത്തിൽ ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട് പറയാൻ. ടെക്നിക്കലി പടം ടോപ്പ് നോച്ച് എന്ന് തന്നെ നമുക്ക് പറയാം. പടത്തിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് അനുരാജ് മനോഹർ ആണ്. പുള്ളി ഇതിനു മുമ്പ് ചെയ്തേക്കുന്ന പടം എന്ന് പറയുന്നത് ഇഷ്കാണ്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ള ഒരു പടമാണത്. ഇഷ്ക് പോലൊരു സിനിമ ഇതിന് മുമ്പ് എടുത്തിട്ട് ഇപ്പൊ നരിവേട്ട പോലെ ഇത്രയും പൊളിറ്റിക്സ് പറയുന്ന ഒരു സിനിമ എടുത്തു വെച്ചേക്കുന്നതെന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. അത് പുള്ളി നല്ല വൃത്തിക്ക് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പുള്ളിക്ക് പണി അറിയാന്നുള്ള കാര്യം പുള്ളി വീണ്ടും തെളിയിച്ച്. പിന്നെയുള്ള പോസിറ്റീവ് എന്ന് പറയുന്നത് പടത്തിൽ അഭിനയിച്ചേക്കുന്നവരുടെ പെർഫോമൻസ് ആണ്. എല്ലാവരും കിടിലം പോലെ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ടൊവിനോ, ആര്യ സലീം ഒക്കെ അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. അതുപോലെ സുരാജ് വെഞ്ഞാറും കൂടെ എല്ലാവരും കിടിലം പോലെ തന്നെയാണ് അഭിനയിച്ചേക്കുന്നത്. അതുപോലെ എനിക്ക് തോന്നിയ വേറൊരു കാര്യമാണ് പടത്തിലെ കാസ്റ്റിംഗ്. എല്ലാവരും പെർഫെക്റ്റ് കാസ്റ്റ് എന്നൊക്കെ നമുക്ക് പറയത്തില്ല, അങ്ങനെ ഒരു സാധനമാണ് ഈ പടത്തിൽ. ഈ ഒരു പടത്തിലെ ടൊവിനോയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് ആ ഒരു ക്യാരക്ടർ ആൾ ചെയ്തു വെച്ചേക്കുന്നത്. പടം തിയേറ്ററിൽ ഇറങ്ങിയപ്പോഴാണെങ്കിലും ആൾക്ക് ഒരുപാട് അപ്രിസിയേഷൻ കിട്ടിയതാണ് ആളുടെ അഭിനയത്തിനെ കുറിച്ച്. ഈ ഒരു സിനിമയിലെ ടൊവിനോയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ചെറിയ ഗ്രേ ഷെയ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ആളുടെ ഒരു ക്യാരക്ടർ ആർക്ക് എന്ന് പറയുമ്പോഴത്തേന് ഇടയ്ക്ക് വെച്ച് ഒരു ക്യാരക്ടറിൽ ഒരു പേഴ്സണാലിറ്റി ഷിഫ്റ്റ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ നല്ല വൃത്തിക്ക് തന്നെ ടൊവിനോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇമോഷണൽ സീൻസ് ഒക്കെ അത് അടിപൊളിയായിട്ടാണ് ഞാൻ ടൊവിനോ ചെയ്തു വെച്ചേക്കുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ആൾക്ക് കിട്ടിയേക്കുന്ന അപ്രിസിയേഷൻ ഒക്കെ വളരെ കുറവായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തേക്കുന്നത് ഈ ഒരു ക്യാരക്ടറിന്. എന്താണെന്നറിയില്ല, ടൊവിനോ ചെയ്യുന്ന പോലീസ് ക്യാരക്ടേഴ്സ് ഒക്കെ വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തേക്കുന്നത്. അതായത് ഇതിന് മുമ്പ് ആൾ ചെയ്ത പോലീസ് ക്യാരക്ടർ ആയിരുന്നു അന്വേഷിപ്പിൻ കണ്ടെത്തുന്ന സിനിമയിലെ. ആ സിനിമയിലെ ക്യാരക്ടറും വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെയാണെന്ന് തോന്നുന്നു ഇതും. ബട്ട് ഇപ്പൊ ഈ നരിവേട്ടയിൽ ചെയ്തേക്കുന്ന ഈ ഒരു ക്യാരക്ടറിന് ഉറപ്പായിട്ടും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടി. ഇപ്പൊ പടം OTTയിലൂടെ ഇറങ്ങിയേക്കുന്നതുകൊണ്ട് കൂടുതൽ ആൾക്കാർ ഉറപ്പായിട്ടും കാണും. ആസ് ആൻ ആക്ടർ ടൊവിനോ ഭയങ്കര അണ്ടർ റേറ്റഡ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് ആൾ ചെയ്തേക്കുന്ന കുറച്ച് സിനിമകൾ നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലാം ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആണ്. കാരണം അതെല്ലാം ആൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആൾ ഇത്രയും ഡിഫറെന്റ് സാധനങ്ങൾ ചെയ്യുമ്പോഴത്തേനും ആരും അതൊന്നും എടുത്ത് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ആൾക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു അപ്രിസിയേഷൻ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ഇനി പടത്തിന്റെ മെയിൻ പോസിറ്റീവ് എന്ന് പറയുന്നത് പടത്തിന്റെ മ്യൂസിക് ആണ്. അത് ചെയ്തേക്കുന്നത് ജെയ്ക്സ് ബിജോയ് ആണ്. ഞാൻ പടം തിയേറ്ററിൽ കണ്ട ഒരാളാണ്. എനിക്ക് ഒരുപാട് പടം മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ഒരു കാര്യമായിരുന്നു പടത്തിന്റെ മ്യൂസിക്. പടത്തിന്റെ BGMs ഒക്കെ വേറെ ലെവലായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് ഭയങ്കര അടിപൊളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓൾറെഡി പടം ഇറങ്ങുന്നതിന് മുമ്പ് പടത്തിലെ മിന്നൽവാള സോങ് ഒക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. റീൽസിലൊക്കെ അത് മാത്രമേ ഉള്ളായിരുന്നു. ഞാനിപ്പോൾ ടൊവിനോയുടെ കാര്യം പറഞ്ഞ പോലെയാണ് എനിക്ക് പേഴ്സണലി ജെയ്ക്സ് ബിജോയുടെ കാര്യം തോന്നുന്നത്. ജെയ്ക്സ് ബിജോയ്ക്കും ആൾ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു അപ്രിസിയേഷൻ കിട്ടുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമാണ്. ഇപ്പോൾ ജെയ്ക്സ് ബിജോയ് നോക്കുവാണെങ്കിൽ ആൾക്ക് സത്യം പറഞ്ഞ് ഇപ്പോഴാണ് റെക്കഗ്നീഷൻ കിട്ടാൻ തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ തുടരുവിന് ശേഷമാണെന്ന് പറയാം സുഷിൻ ശ്യാമിനൊക്കെ കിട്ടിയ ഒരു കൈൻഡ് ഓഫ് റെക്കഗ്നീഷൻ കിട്ടുന്നത്. ആള് ചെയ്തേക്കുന്ന വർക്കൊക്കെ നോക്കുവാണെങ്കിൽ ആളിവിടെ മലയാളത്തിൽ മാത്രമല്ല ചെയ്തേക്കുന്നത്. അതിനിടയ്ക്ക് ആളിവിടെ നാനിയുടെ ഒരു പടത്തിന്, അതായത് സെരിപ്പോത് ശനിവാരം എന്ന് പറയുന്ന നാനി പടത്തിന് ആള് BGM കൊടുത്തായിരുന്നു. അതിലെ BGMs ഒക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. ഇൻസ്റ്റയിലൊക്കെ ഫുൾ ടൈം അത് തന്നെയായിരുന്നു ട്രെൻഡിങ് ആ ഒരു പടം ഇറങ്ങിയ ടൈമിൽ. ഇത്രയും കിടിലം വർക്കൊക്കെ ചെയ്തിട്ട് തുടരുവിന് ശേഷമാണെന്ന് പറയാം ആൾക്ക് ശരിക്കും നല്ലൊരു റെക്കഗ്നീഷൻ ഒക്കെ കിട്ടുന്നത്. എന്റെ ഒരു ഒപ്പീനിയനിൽ നിലവിൽ ആൾക്ക് കിട്ടുന്ന അപ്രിസിയേഷനേക്കാൾ ആള് ശരിക്കും ഡിസേർവിംഗ് ആണ്. ശരിക്കും പറഞ്ഞാൽ മലയാളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ എന്ന് തന്നെ നമുക്ക് പറയാം. ഇത്രയും പോസിറ്റീവ്സ് ഉണ്ടായിരുന്ന ഈ ഒരു പടം എന്തുകൊണ്ടായിരിക്കും തിയേറ്ററിൽ ഒരുപാട് കളക്ഷൻ ഒന്നും നേടാഞ്ഞത്? അതായത് ഒരുപാട് നാൾക്ക് ശേഷമായിരുന്നു ഞാനൊരു സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിൽ പോയിട്ട് സിനിമ കഴിയുമ്പോൾ ആൾക്കാർ തിയേറ്ററിൽ ഇരുന്ന് കരയുന്നത് കാണുന്നത്. ഓഡിയൻസിന് ഒരുപാട് ഇമോഷണലി കണക്ട് ചെയ്തൊരു സിനിമ ആയിട്ട് കൂടി ഈ സിനിമ ഒരുപാട് കളക്ഷൻ ഒന്നും തിയേറ്ററിൽ നേടിയില്ല. ഞാൻ പറയുന്നത് തീരെ കളക്ഷൻ നേടിയില്ലെന്നല്ല, എങ്കിൽ പോലും ഈ സിനിമ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ഒന്നും ഒരിക്കലും ഈ സിനിമ നേടിയിട്ടില്ലെന്ന് തന്നെ പറയാം. എനിക്ക് ഈ സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടിറങ്ങിയപ്പോഴത്തേന് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ 2025 ഇറങ്ങിയ വൺ ഓഫ് ദി ബെസ്റ്റ് സിനിമയാണെന്നാണ് എനിക്ക് തോന്നിയത്. കുറച്ചുകൂടി നല്ല രീതിക്ക് അവർ ഈ ഒരു സിനിമയെ പ്രൊമോട്ടൊക്കെ ചെയ്ത് മാർക്കറ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് ഈ സിനിമ നല്ലൊരു കളക്ഷൻ തന്നെ നേടിയെന്നുള്ളത്. എന്തൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ OTT ഇറങ്ങിയതിന് ശേഷം പടം ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ ഹിന്ദിക്കാരൊക്കെ കാണുന്നുണ്ട്. അവരൊക്കെ റിവ്യൂസ് വരെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. വെറുതെ ഒന്ന് യൂട്യൂബ് തുറന്ന് നോക്കിയപ്പോഴത്തേനാണ് കണ്ടത് ഒരുപാട് ഹിന്ദി ചാനൽസ് അതുപോലെ വേറെ ഭാഷയിൽ നിന്നൊക്കെ ഒരുപാട് റിവ്യൂസ് കാര്യങ്ങളൊക്കെ പോസ്റ്റ് ആവുന്നുണ്ട് യൂട്യൂബിൽ. മിക്ക ആൾക്കാരും തിയേറ്ററിൽ പോവാതെ OTTയിൽ കണ്ടതുകൊണ്ട് തന്നെ അവരുടെ അഭിപ്രായം എന്ന് പറയുന്നത്
തോന്നുന്നത് തിയേറ്റർ എക്സ്പീരിയൻസ് അവർ മിസ് ചെയ്തെന്നുള്ളതാണ്. മൊത്തത്തിൽ പറഞ്ഞ ഒരു പാൻ ഇന്ത്യ റീച്ചിലിട്ടൊക്കെ തന്നെയാണ് ഈ സിനിമ പോകുന്നതെന്ന് നമുക്ക് പറയാം. ഈ സിനിമ തിയേറ്ററിൽ കണ്ടപ്പോഴേ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. അന്നേരം എനിക്ക് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ അന്ന് ഇത് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ സിനിമ തിയേറ്ററിൽ കാണാത്ത പോയവർക്ക് വലിയൊരു നഷ്ടം തന്നെയാണെന്ന് തന്നെ പറയാം. കാരണം എന്ന് വെച്ചാൽ ഈ സിനിമ തിയേറ്ററിൽ കണ്ടപ്പോൾ കിട്ടിയ തിയേറ്റർ എക്സ്പീരിയൻസ് ഒരിക്കലും ഇനി നിങ്ങൾ OTT കണ്ടാൽ കിട്ടില്ല. നിങ്ങൾക്ക് എന്താ ഇതിനെപ്പറ്റി തോന്നിയെന്ന് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ലൈക്ക് അടിച്ചേക്ക്. അപ്പോൾ ശരി, ഓക്കെ, ബൈ.